ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചത്, പച്ചമുളക്, ശർക്കര, വറ്റൽമുളക്, പുളി. ഇനി ഒരു ചട്ടി ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് ചെറിയ ഇഞ്ചി കഷ്ണങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന വരെ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി വേണം നിങ്ങൾ ആഡ് ചെയ്യാൻ. ഓക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്തുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം വേണം നമ്മൾ പൊടികൾ ചേർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓൾറെഡി പിഴിഞ്ഞ് വെച്ച് പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുളിയുടെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച് ശർക്കര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം നിങ്ങൾ ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരമാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-2 ശർക്കര ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ശർക്കര ഒന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ അരിൻ്റെ ചൂടൊന്ന് തണഞ്ഞ ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പുളി കുറച്ച് കുറുകിയ പാകത്തിന് കുറച്ച് കട്ടിയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അരി വറുത്തിട്ട് അതിൻ്റെ പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത്യാവശ്യം കട്ടിയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച അരിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ലാസ്റ്റ് ടാസ്ക് എന്നുള്ള പോലെ നമുക്ക് വറവും കൂടെ ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ചീഞ്ചട്ടി എടുത്ത് ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ കടുകും വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കട്ടിയിൽ കുറുകിയ പാകത്തിനൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി ഇടുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഒന്ന് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.